ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അധികം വലിയതായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല, ഒരു 30 വ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയും ആദ്യത്തെ ഒരു വീഡിയോയ്ക്ക് അത്രയും കിട്ടിയല്ലോ എന്ന് സമാധാനിക്കുന്നു. എന്നാലും ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോയിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരും കാണണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് എന്തിനാണ് സെക്കൻഡ് ചാനൽ തുടങ്ങി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് ആൾക്കാർ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇടയിൽ അങ്ങനെ വലിയ കമൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് കുറച്ച് ഡൗട്ടുകൾ കേട്ടോ. അപ്പോൾ ഒന്നാമത് ഞാൻ ഈ ഫസ്റ്റ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ അധികം ആരോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഈ ചാനൽ തുടങ്ങിയിട്ട് ഇനി ആരെങ്കിലും കാണുമോ അല്ലെ കളിയാക്കോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ആരോടും ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഇവിടെ നല്ല കൊതുകുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ മുറിക്കകത്ത് കറണ്ടില്ല, ഇപ്പം നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ വെട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുറത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അധികം ഒന്നും ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ട്, 2 വർഷമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ എനിക്ക് ചാനലുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സെക്കൻഡ് ചാനലിലൂടെ തുടങ്ങിയപ്പോൾ കുറച്ച് ഡൗട്ട് ചോദിച്ചു. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡൗട്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ചാനലുണ്ടല്ലോ പിന്നെ എന്തിനാണ് സെക്കൻഡ് ചാനൽ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർക്കൊരു ഡൗട്ട്. അപ്പോൾ സെക്കൻഡ് ചാനൽ ഞാൻ തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ചാനൽ ഞാൻ തുടങ്ങി ഒരു വർഷം ആവുന്നതിന് മുന്നേ അത് മോണിറ്റൈസേഷനൊക്കെ ആയി. പിന്നെ അതിൽ നിന്ന് കുറച്ച് ബെനിഫിറ്റുകളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുന്ന എല്ലാ മാസവും നമുക്കിതിനകത്ത് ഏർണിങ്സ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കിതിനകത്തുനിന്ന് $100 നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ബാങ്കിലോട്ട് പൈസ വരുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് യൂട്യൂബിൽ എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ കാരണം റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു. അങ്ങനെ ചാനലിലെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അപ്പീൽ വീഡിയോ ചെയ്തു, അതെല്ലാം റിജക്റ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ റിവ്യൂ ചെയ്തിട്ട് കുറച്ച് വീഡിയോസിനകത്തുണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അപ്പീൽ ചെയ്താലും കാര്യമില്ല. അതായത് പിന്നെ നമ്മൾ ആ ഒരു വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അപ്പീൽ ചെയ്യണം. ഒന്നുകിൽ നമ്മൾ അപ്പീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നമുക്കത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് അപ്പീൽ റിജക്റ്റ് ആയി. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് പോവുകയാണ്. പിന്നെ അല്ലാതെ വേറെ കുറച്ച് പണികളൂടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആ ഒരു ചാനലിൽ അതെല്ലാം സോൾവ് ആയി കഴിയുന്ന സമയത്ത് ഞാൻ അതെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു സേഫ്റ്റിക്ക് ഒരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങാം. അതായത് അതൊരു ആ മെയിൽ ഐ ഡി വേറെയാണ്, ഈ ചാനലിൻ്റെ മെയിൽ ഐ ഡി വേറെയാണ്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേറൊരു മെയിൽ ഐ ഡിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, അത് മോണിറ്റൈസേഷനൊക്കെ ആയി. അതിനകത്തൊരു 8500 സംതിങ് എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോസ് എടുത്ത് ഒറ്റയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് എൻ്റെ വീട്ടിലുള്ളവരുടെ പോലും സപ്പോർട്ടില്ലാതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആ ഒരു മോണിറ്റൈസേഷൻ കട്ടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങി. ഇനി രണ്ടാമത്തെ ഡൗട്ടെന്ന് വെച്ചാൽ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, പിന്നെ രണ്ടാമത് യൂട്യൂബ് ചാനൽ എന്തിനാണ്, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വല്ല ബെനിഫിറ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നോടോ അല്ലെങ്കിൽ അമ്മയോടോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ മാസമൊന്നും എനിക്കിതിനകത്തുനിന്ന് ഏർണിങ്സ് ഒന്നും കിട്ടാറില്ല. അതായത് ഫസ്റ്റ് ചാനലിൽ നിന്ന് അത് നമുക്കൊരു $100 ആയി കഴിയുമ്പോഴാണ്, അതായത് ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടാറുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രാവശ്യമൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് പ്രാവശ്യം എനിക്ക് അതിനകത്തുനിന്ന് ഏർണിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ആൾക്കാരെ എങ്ങനെയുള്ള വീഡിയോസാണ് കാണുന്നത്, അതുപോലെ അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യൂസ് കിട്ടും. ഞാൻ അതിനകത്ത് കൃഷിയുടെ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേയൊക്കെ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആ ഒരു ചാനലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രീസായിട്ട് കിടക്കുകയാണ്. യൂട്യൂബ് എൻ്റെ ആ ഒരു ചാനലിലെ വീഡിയോസ് ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് അതിൻ്റെ ഫ്രീസാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഡൗട്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ചാനൽ സ്റ്റോപ്പ് ചെയ്തോ, അതിലിപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ലേ എന്നുള്ളത്. കാരണം അതിലാണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. കുറേ പേരൊക്കെ എന്നെ അറിഞ്ഞതും ഒക്കെ ആ ഒരു ചാനൽ വഴിയാണ്.
അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല നല്ല വീഡിയോസാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീഡിയോസ് വരാതിരുന്നപ്പോൾ അവരുടെ കുറച്ച് ഒരു എന്താ പറയുക, അവരുടെ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാനലിൽ ഇപ്പോൾ ഫ്രീസായിട്ട് കിടക്കുന്നത് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് വീഡിയോസ് ഇടാനായിട്ട് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നമ്മളൊരു 90 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് അപ്പീൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നേരത്തെ ഉള്ള ഇതിനേക്കാളും വാച്ച് അവർ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ച് അവർ 4000 താഴരുത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും എന്തായാലും ഞാൻ അതിനകത്ത് വീഡിയോസൊക്കെ വരുന്നുണ്ട് വീഡിയോസൊക്കെ. അപ്പോൾ ഈ ഒരു ചാനലുണ്ട്, ഇതിനകത്തും വീഡിയോസ് ഇടണം, എല്ലാം ഒരു ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും കുറച്ചൊരു ചെറിയൊരു ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത് ചാനൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ കുറേ നമ്മൾ പറയില്ല, ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ ആ ഒരു സമയം കടന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അതിനകത്ത് എന്തായാലും വീഡിയോസ് ഇടും. അപ്പം അതിനകത്ത് എന്തായാലും കൃഷിയുടെ വീഡിയോസൊക്കെയാണ്, അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എനിക്കൊന്ന് കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു ചാനലിൽ എന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ കുറേ പേര് വാച്ച് ചെയ്യും, പിന്നെ കുറേ ടിപ്സ് തരും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരു അടിപൊളി ചാനലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ എന്നെ അന്വേഷിക്കാറുണ്ട് അതിനകത്ത്, ഇനി വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ഇനി നമുക്ക് വീട്ടിലിപ്പോൾ കുറച്ച് നമ്മുടെ വെണ്ടയ്ക്കയും അതും ഇതുമൊക്കെ നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ദിവസമായി നടണം. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ ആ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതൊക്കെയാണ് കേട്ടോ. ഞാനങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും പറയുമല്ല, പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത ഒരു കാര്യം ഒരാൾ നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിനകത്ത് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 4ാമത്തെ ഡൗട്ടെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു സെക്കൻഡ് ചാനലിൻ്റെ പേര് ടോക്ക് ആൻഡ് ഡു 8 എന്നാണ്. അപ്പോൾ ഈ 8 എന്താണ് എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ ഈ ടോക്ക് ആൻഡ് ഡു എന്ന് പറയുമ്പം മനസ്സിലായി, ടോക്ക്, പിന്നെ നമ്മൾ ഡു എന്തെങ്കിലും ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് 8 എന്നുള്ളത്, ഇപ്പം ഞാൻ ഈ നമ്മൾ ചാനലിന് പേര് കൊടുക്കുന്ന സമയത്ത് ഞാനതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. ഏതെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ ചാനലുണ്ടോ, നമ്മൾ സെയിം ചാനൽ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോൾ കൃഷി ലവർ ആണെങ്കിൽ ഞാൻ ആദ്യം കൃഷി ലവർ എന്നാണ് ആ ഒരു ചാനലിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അടിച്ചു നോക്കിയ സമയത്ത് കുറേ കൃഷി ലവർ എന്ന് പറഞ്ഞിട്ട് 2-3 ചാനലുണ്ട്. അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനകത്ത് എസ് കൊടുത്തിട്ട് കൃഷി ലവേഴ്സ് എന്നാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ ഞാൻ അന്നേരം നോക്കിയ സമയത്ത് ഇല്ല, പക്ഷേ എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 8 എന്ന് പറഞ്ഞിട്ടൊരു നമ്പരൊന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു ചാനലിൻ്റെ പേരാണെങ്കിൽ ഇപ്പോൾ അടിച്ച് നോക്കിയപ്പം ഏതോ ഒരു ഇംഗ്ലീഷ് ചാനൽ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് 8 ഒന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്, ചാനലിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 8 ആഡ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മെയിനായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ചാനലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതെല്ലാം ക്ലിയർ ആയി കഴിയുമ്പോൾ ആ ചാനലിൽ തന്നെ ഞാൻ വന്നിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഇനി ഈ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറി ടെല്ലിങ്, അതുപോലെ കുറച്ച് കൃഷിയുടെ വീഡിയോസ് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മടി കാണിക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എന്തായാലും ഈ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം, അങ്ങനെ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് ഒത്തിരി നല്ല നല്ല സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയൊക്കെ ഒത്തിരി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നല്ലൊരു മഴയുടെ മൂഡാണ്, എനിക്ക് എന്തായാലും പുറത്ത് വരെ പോകണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്